അടർത്തിയ മുദ്രാവാക്യങ്ങൾക്ക് നടുവിൽ പെരുമഴയെ തോൽപ്പിച്ച് തിമിർത്തു പെയ്ത ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി പുന്നപ്രയുടെ സമരനായകൻ തന്റെ പ്രിയ സഖാക്കൾക്കൊപ്പം ചേർന്നു. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പൊരുതി VS ചുവപ്പിച്ച സമരഭൂമി വീരോചിത യാത്രയായി പണം നൽകിയത്. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്കും സഖാക്കളുടെ സഖാവായ P കൃഷ്ണപിള്ള ഉൾപ്പെടെ മഹാനേതാക്കൾക്കുമൊപ്പമാണ് കേരളത്തിന്റെ കണ്ണും കരളുമായ VSനും അന്ത്യവിശ്രമം. കണ്ണീരും തേങ്ങലുമായി പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനലക്ഷങ്ങളാണ് ആലപ്പുഴയിലേക്കും എത്തിച്ചേർന്നത്. തോരാത്ത മഴയും കാത്തിരിപ്പും ആൾക്കൂട്ടത്തിന് തടസ്സമായില്ല. ചൊവ്വ ഉച്ചയ്ക്ക് തലസ്ഥാന നഗരിയിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര 22 മണിക്കൂറെടുത്താണ് ജന്മനാടായ ആലപ്പുഴയിലെത്തിയത്. പാതിരാവിലും കുട്ടികളും വയോധികരും അടക്കമുള്ള ജനാവലി VSനായി വഴിയരികിൽ കാത്തുനിന്നു. ജനാരവങ്ങൾക്കിടയിലൂടെ തിരുവനന്തപുരവും കൊല്ലവും പിന്നിട്ട് ബുധൻ രാവിലെ 7:30 കഴിഞ്ഞപ്പോഴാണ് വിലാപയാത്ര ആലപ്പുഴയിലെത്തിയത്. പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് മൃതദേഹം എത്തിയപ്പോൾ ആയിരങ്ങൾ തൊണ്ടയിടറി വിളിച്ചു, ഇല്ല ഇല്ല, മരിക്കുന്നില്ല, പ്രിയ സഖാവ് മരിക്കുന്നില്ല. പൊതുദർശനത്തിനായി VSനെയും വഹിച്ചുള്ള വാഹനം എത്തും മുൻപേ വീടിന് മുന്നിൽ കിലോമീറ്ററുകൾ നീണ്ട നിരയായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. പിറന്ന മണ്ണിൽ മനുഷ്യരായി ജീവിക്കാനുള്ള ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഊടും പാവും നെയ്ത പുന്നപ്രയുടെ മണ്ണിലാണ് VS അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീട്. ഈ വീട്ടിലേക്ക് അവസാന യാത്രയ്ക്ക് VS എത്തിയപ്പോൾ കേരളം ഒന്നാകെ ഒപ്പം അനുഗമിച്ചു. ഇനിയും കാണാൻ കാത്തു നിൽക്കുന്നവർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകണമെന്നും അറിയിപ്പ് നൽകി. മൃതദേഹം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ P കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ എത്തിച്ചപ്പോഴും ജനപ്രവാഹത്തിന് ഒരു കുറവും വന്നില്ല. അവിടെയും മണിക്കൂറുകളോളം നീണ്ട പൊതുദർശനം. 4 മണിക്കായിരുന്നു വലിയ ചുടുകാട്ടിൽ സംസ്കാരം നിശ്ചയിച്ചത്. എന്നാൽ റിക്രിയേഷൻ സെന്ററിൽ നിന്ന് മൃതദേഹം എടുത്തപ്പോൾ തന്നെ രാത്രി 8:30 കഴിഞ്ഞു. ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ 23 മുതൽ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന VS 102-ാം വയസ്സിൽ തിങ്കളാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. 2006 മുതൽ 2011 വരെ കേരള മുഖ്യമന്ത്രിയും 3 തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു. 7 തവണ നിയമസഭാ അംഗമായി. 1880 മുതൽ 1991 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാണ്. വിലാപയാത്ര തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ചത് മുതൽ ഓരോയിടത്തും ഒപ്പമുണ്ടായിരുന്ന ജനസഞ്ചയം റിക്രിയേഷൻ ഗ്രൗണ്ടിലെ അവസാന പൊതുദർശനത്തിനും എത്തി. തൊണ്ടയിടറി വിളിക്കുന്ന മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായ വൈകാരിക യാത്രയയപ്പാണ് പ്രിയ സഖാവിന് ജനം നൽകിയത്. സഖാത്വത്തിന്റെ അടയാളമായ VS എന്ന 2 അക്ഷരം മനുഷ്യ മനസ്സുകളിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ അടയാളമായിരുന്നു കടന്നുവന്ന ഓരോ വഴികളിലും VSന് ലഭിച്ച മുദ്രാവാക്യങ്ങൾ. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും എന്ന് പറയുന്ന ആൾക്കൂട്ടമാണ് VSനെ അന്ത്യയാത്രയിലുടനീളം അനുഗമിച്ചത്. വരാനിരിക്കുന്ന സമരങ്ങളിലും VS പകർന്നു നൽകിയ ഊർജം ആയുധമാക്കുമെന്ന് പറയുന്നവർ ഏറെ. കേരളത്തിന് പുറത്തുനിന്നടക്കം VSനെ കാണാനായി ജനങ്ങൾ ആലപ്പുഴയിലെത്തി. പലരും എത്തിയത് കുട്ടികളുമായാണ്. VS ആരാണെന്ന് മക്കൾ അറിയണം. VS പകർന്നു നൽകിയ പാഠങ്ങൾ അവരും കേൾക്കണം എന്നാണ് കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നത്. പുന്നപ്രയുടെ മണ്ണിൽ നിന്ന് ജനമനസ്സിലേക്ക് നടന്നു കയറിയ കമ്മ്യൂണിസ്റ്റാണ് VSന്റെ സമകാലീനരും VSനെ കണ്ടും കേട്ടും വളർന്നവരും VS പൊതുമധ്യത്തിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം ജനിച്ചവരുമടക്കമുള്ള ആൾക്കൂട്ടമാണ് കാലാവസ്ഥയും സമയവും വകവെക്കാതെ VSനായി കാത്തുനിന്നത്. ആശുപത്രി കിടക്കയിൽ നിന്ന് പ്രിയ സഖാവിനെ കാണാൻ എത്തിയവരുമേറെ. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ അനുഗമിച്ചവരും കുറവല്ല. ഓരോ മനുഷ്യനും നെഞ്ചുലഞ്ഞു വിളിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം VS എന്ന 2 അക്ഷരത്തിന്റെ ചരിത്രവും ആ മനുഷ്യൻ പകർന്ന സ്നേഹവും പ്രതീക്ഷയുമുണ്ട്. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്നുറക്കെ വിളിച്ച് ജനം സ്വയം തങ്ങളങ്ങനെ VS ആയി അർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു വഴിയിലെല്ലാം ഇടത്തും. പരാതിയും പരിഭവവുമില്ലാതെ ഓരോ മനുഷ്യനും പ്രിയ നേതാവിന്റെ അവസാന വരവിനായി കാത്തു. തോരാമഴയിലും ഇടമുറിയാത്ത മുദ്രാവാക്യം വിളികളോടെയും കണ്ണീരോടെയും ആയിരങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ആലപ്പുഴ ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷം റെഡ് വോളണ്ടിയർമാർ അവസാനമായി VSന് അന്ത്യാഭിവാദം നൽകി. പാർട്ടി പതാക പുതച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ VSന് കേരളം വിട നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച വിലാപയാത്ര വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീർ പൂക്കളും മുദ്രാവാക്യങ്ങളും ഏറ്റുവാങ്ങിയാണ് VS അവസാനമായി വിപ്ലവ മണ്ണായ ആലപ്പുഴയിലെത്തിയത്. VS അമരനാണ്. കണ്ണേ കരളെ VSA മുദ്രാവാക്യങ്ങൾ വഴിനീളെ അന്തരീക്ഷത്തിലുടനീളം മുഴങ്ങി. പ്രായഭേദമന്യേയുള്ള ജനക്കൂട്ടം തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും മണിക്കൂറുകളോളം കാത്തുനിന്നു. വലിയ ചുടുകാട്ടിലെ പ്രത്യേകം തയ്യാറാക്കിയ ചിതയിലേക്ക് രാത്രി 9:16 മകൻ VA അരുൺകുമാർ അഗ്നി പകർന്നു.
വി എസിനൊപ്പം പ്രവർത്തിച്ചവർ, വി എസിന്റെ പ്രിയ സഖാക്കൾ ആ കാഴ്ചയ്ക്ക് സാക്ഷിയായി. ഒരു നൂറ്റാണ്ട് നീണ്ട ജീവിതം, അതിൽ 8 പതിറ്റാണ്ട് പിന്നിട്ട പൊതുപ്രവർത്തനം, അതിലേറെയും പോരാട്ടം. അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർ വിപ്ലവ തീപ്പൊരി പകർന്ന വി എസിനെ പുന്നപ്രയിലെ ജ്വലിക്കുന്ന ഓർമ്മ. എല്ലാ വർഷവും സഖാക്കൾക്ക് ദീപശിഖ കൈമാറിയിരുന്ന വി എസ് ഇനി പുന്നപ്ര വയലാറിന്റെ വിപ്ലവ ദീപമായി പിൻതലമുറക്കാർക്ക് വീര്യം പകരും. പോരാട്ട പെരുമഴയായി കേരളത്തിലാകെ പെയ്തു തോർന്ന വി എസ് മടങ്ങുമ്പോൾ പ്രതീകാത്മകമായി പെരുമഴ സൃഷ്ടിച്ച് പ്രകൃതി മന്ത്യയാത്രയ്ക്ക് യാത്രാമൊഴിയേക്കി. വിപ്ലവ വീര്യം പകർന്ന മുദ്രാവാക്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ മറ്റൊരു മുദ്രാവാക്യമായി മാറി പെരുമഴയിരമ്പം. ഒരുപക്ഷെ ആ മണ്ണിൽ വീഴാതെ തടിച്ചുകൂടിയ ജനക്കൂട്ടം ആ മഴയെ ആവേശത്താൽ തോൽപ്പിച്ചു. ഒരു കാലഘട്ടമാണ് വി എസ്, സമരമാണ് ആ ജീവിതം. രാഷ്ട്രീയ ചരിത്രത്തിലെ ആ അധ്യായം എന്നും നിലനിൽക്കും. പ്രവർത്തകർ ഏറ്റു പറയുന്നത് പോലെ, കണ്ണേ കരളെ വി എസ് എ, ജീവിക്കും നിങ്ങൾ ഞങ്ങളിലൂടെ.